കെ പ്രേമേന്ദ്രൻ എം പി മാതൃഭൂമി ന്യൂസിനൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഈ സ്ഫോടനം, ഇന്നലെ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിക്കുന്നത്? അത്യന്തം ആശങ്കയും ഉത്കണ്ഠയും ജനിപ്പിക്കുന്ന സംഭവമാണ്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യത്തെ നടുക്കുന്ന സംഭവമാണ്. ഇത്രയേറെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടക്കുക എന്ന് പറയുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ പ്രശ്നം തന്നെയാണ്. അതിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചും അതിന്റെ പിന്നിലുള്ള ശക്തികളെ സംബന്ധിച്ചുമൊക്കെ സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ന്യൂയോർക്കിനേക്കാൾ മികവാർന്ന സുരക്ഷാ സംവിധാനമുള്ള രാജ്യ തലസ്ഥാനമാണ് ഡൽഹി എന്ന ഗവൺമെന്റിന്റെ അവകാശവാദത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ കാര്യം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആശങ്കയും ഉത്കണ്ഠയും ഉയർത്തുന്നതാണ്. ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം വീണ്ടും സമാന സ്വഭാവത്തിലുള്ളതോ അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളുടെ പിൻബലത്തോടുകൂടി നടന്നു എന്ന് സംശയിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ ഉത്കണ്ഠയും ആശങ്കയും ഉയർത്തുന്നതാണ്. തീർച്ചയായും ഗൗരവതരമായ അന്വേഷണത്തിലൂടെ ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യസുരക്ഷ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇത്രയും അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്തുണ്ടായ സംഭവമാണ് ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്, ഉത്കണ്ഠ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ശരി, വളരെ നന്ദി. മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നതിന് ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിൽ ന്യൂയോർക്കിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള അതീവ സുരക്ഷ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ചെങ്കോട്ടയ്ക്ക് സമീപത്ത് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത് എന്തുകൊണ്ടും ആശങ്കയുണ്ടാക്കുന്നതാണ്. സുരക്ഷയിലെ വീഴ്ച എന്നത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതും.